കഥയെ ആരംഭിക്കുന്നത് ജേസൺ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സ്കൂൾ വിദ്യാർത്ഥിയായ അവന്റെ ഗ്രേഡുകൾ കുറച്ചു നാളുകളായി മോശമായിരുന്നു. അതിന്റെ പേരിൽ അന്ന് അച്ഛനും അമ്മയും വലിയ തോതിൽ അവനെ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ജേസനെ കാണുന്നത് സ്കൂളിലാണ്. സ്കൂളിൽ അവൻ കൂട്ടുകാർക്ക് ചില സാധനങ്ങൾ വിൽക്കുകയായിരുന്നു. അതേ സാധനം ഇതുപോലെ വിറ്റതിന്റെ പേരിലായിരുന്നു അവന്റെ ചേട്ടൻ മൈക്കിൾ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. വൈകാതെ സ്കൂൾ ബെല്ല് മുഴങ്ങി. പുതിയ ഇംഗ്ലീഷ് ടീച്ചർ അന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തിരുന്നു. അവർ ക്ലാസ്സിലെത്തി. ലൈല എന്നായിരുന്നു അവരുടെ പേര്. അവർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്ലാസ്സിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. പിന്നീടാണ് സ്കൂളിലെ ജിം ഇൻസ്ട്രക്ടറായ ആൻഡ്രൂ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ലൈലയുമായി പരിചയപ്പെടാൻ അയാൾ ശ്രമിച്ചു. ലൈലയും തന്നെ പരിചയപ്പെടുത്തി. അന്നത്തെ ക്ലാസും ദിവസവുമൊക്കെ അത്യാവശ്യം തരക്കേടില്ലാതെ പോയി. വീട്ടിലെത്തിയ ലൈല അമ്മയ്ക്ക് കോൾ ചെയ്തു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണെന്നും ക്ലാസ്സിൽ ജോയിൻ ചെയ്തെന്നും പഠിപ്പിച്ചു തുടങ്ങിയെന്നുമൊക്കെ ലൈല അമ്മയോട് സംസാരിച്ചു. ഇതേസമയം മറുവശത്ത് ജെയ്സൺ ആകട്ടെ തന്റെ അമ്മയുമായി അന്ന് പൊരിഞ്ഞ വാക്കുതർക്കത്തിലായിരുന്നു. ജെയ്സൺ അന്ന് കുറച്ച് വൈകിയാണ് വീട്ടിലെത്തിയത്. അവന്റെ ആ സ്വഭാവം തുടർന്നാൽ അവനവന്റെ ചേട്ടനെ പോലെ ജയിലിൽ അടയ്ക്കപ്പെടുമോ എന്ന് അമ്മ ഭയപ്പെട്ടിരുന്നു. അടുത്ത ദിവസം ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞപ്പോ എല്ലാവരും പോയിട്ടും ജെയ്സൺ പോയിരുന്നില്ല. ജെയ്സൺ കുറച്ചു കഴിഞ്ഞ് ലൈലയുടെ അടുത്തേക്ക് ചെന്നു. പേഴ്സണൽ ലൈഫിനെ പറ്റി ഒരു എസ്സേ എഴുതാൻ ലൈല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തനിക്ക് കുറച്ച് സഹായം ചെയ്യാമോ എന്ന് അവൻ ചോദിച്ചു. സത്യത്തിൽ ജെയ്സൺ ടീച്ചറോട് ഒന്ന് കയർക്കാനായിരുന്നു ചെന്നത്. വന്നതിന് പിന്നാലെ കുട്ടികളെ പറ്റി മനസ്സിലാക്കാനായിരുന്നു ലൈല അവരെ പറ്റി ഒരു എസ്സേ എഴുതണം എന്നാവശ്യപ്പെട്ടത്. ജെയ്സൺ ചെന്ന് ചോദിച്ചതാകട്ടെ, നിങ്ങൾ ഞങ്ങളോട് എസ്സേ എഴുതാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി ഒന്നും അറിയില്ലല്ലോ. ലൈലയുടെ മറുചോദ്യം വന്നു, നിനക്കെന്താ കൃത്യമായിട്ട് അറിയേണ്ടത്? അത് കേട്ടതും ജെയ്സനൊന്നും മിണ്ടിയില്ല. ജെയ്സൺ നേരെ പുറത്തേക്കിറങ്ങിപ്പോയി. ലൈല അവന്റെ പിന്നാലെ ചെന്നു. അവൻ മുമ്പോട്ടേക്ക് പോവുകയായിരുന്നു. ലൈല ചെന്നുപെട്ടതാകട്ടെ ഷോൺ എന്ന മറ്റൊരു അധ്യാപികയുടെ മുമ്പിലും. അവന്റെ പിന്നാലെ ലൈല പോകുന്ന കണ്ട് ഷോൺ പറഞ്ഞു, അവന്റെ പിന്നാലെ ഒന്നും പോവണ്ട, അവനൊന്നും ഗതി പിടിക്കാൻ പോകുന്നില്ല. അവന്റെ ചേട്ടനെ പോലെ അവനും വല്ല ജയിലിലും മറ്റും അവസാനിക്കുള്ളൂ. ലൈലയുടെ മറുപടി വന്നു, അവൻ എന്നോട് സഹായം ചോദിച്ചിരുന്നു. ഒരു ടീച്ചർ എന്ന രീതിയിൽ അവന്റെ കാര്യങ്ങൾ നോക്കലെന്റെ ഉത്തരവാദിത്വമാണല്ലോ. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ആ എങ്കിൽ നടക്കട്ടെ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഷോൺ അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം ക്ലാസ്സിൽ എല്ലാവരും എസ്സേ വായിച്ചിരുന്നു. കൂട്ടത്തിൽ ജെയ്സനുമുണ്ട്. ജെയ്സന്റെ എസ്സേ ലൈല ശ്രദ്ധിച്ചു കേട്ടു. അവന്റെ ആ വർക്കിൽ ലൈല ഒരുപാട് ഇംപ്രസ്ഡ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ അവന്റെ വർക്കിനെ പറ്റി പറഞ്ഞ് ലൈല അവനെ അപ്രിഷിയേറ്റ് ചെയ്തു. ശ്രമിച്ചാൽ നിന്റെ ഗ്രേഡുകൾ നിനക്ക് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് ലൈല കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോ ലൈലയെക്കാത്ത കുറച്ച് പേപ്പറുകൾ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചു കാര്യങ്ങൾ അവൾക്ക് ചെയ്യേണ്ടതുണ്ട്. വൈകാതെയാണ് വ്യക്തമാകുന്നത് അത് ഡിവോഴ്സ് പേപ്പറുകളാണ്. ജീവിതത്തിലെ ഒരു ടഫ് ടൈമിലൂടെയായിരുന്നു ലൈല കടന്നുപോയിക്കൊണ്ടിരുന്നത്. അടുത്ത ദിവസം ജേസൺ സ്കൂളിലേക്ക് എത്തിയപ്പോ കണ്ടത് ലൈലയും ജിം ഇൻസ്ട്രക്ടറായ ആൻഡ്രൂവും സംസാരിച്ച് നിൽക്കുന്നതാണ്. ഈവനിങ്ങിനെ പറ്റി അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ലൈല ക്ലാസ്സിലെത്തി. ക്ലാസ് എടുക്കുമ്പോഴൊന്നും ജെയ്സന്റെ ശ്രദ്ധ അവിടെയെങ്ങുമല്ല. അവൻ വല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ ലൈല അതിനെപ്പറ്റി അവനോട് ചോദിച്ചു. ജെയ്സൺ പറഞ്ഞു, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ നിന്ന് മൈക്കിളിനെ പോലെ ആവരുതെന്ന് പറഞ്ഞ് എനിക്ക് മേലെ ഒരുപാട് പ്രഷറാണ്. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ലൈല പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം. എല്ലാ ദിവസവും നിനക്കൊരു 30 മിനിറ്റ് എക്സ്ട്രാ ക്ലാസ് തരാം. നീ നിന്റെ ഗ്രേഡുകൾ ഇംപ്രൂവ് ചെയ്യണം. അപ്പോ ആരും നിന്നെ കുറ്റപ്പെടുത്തില്ല. ജെയ്സന് വല്ലാത്തൊരു സന്തോഷവും ലൈലയോടൊരു സ്നേഹവും തോന്നി. അന്ന് വൈകുന്നേരം ആൻഡ്രൂവും ലൈലയും ഒന്നിച്ച് അടുത്തുള്ളൊരു ബാറിൽ പോയിരുന്നു. അവരൊന്നിച്ച് രസകരമായ സമയം ചിലവഴിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം അതേ ബാറിൽ ജെയ്സനും ഉണ്ടായിരുന്നു. ജേസൺ അവന്റെ കൂട്ടുകാർക്കൊപ്പം വന്നതാണ്. ജേസൺ ലൈലയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം കടന്നുപോയി. ലൈല അന്ന് കുറേയധികം മദ്യപിച്ചിരുന്നു. ഒടുവിൽ ആൻഡ്രൂ ലൈലയെ ബാറിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ടാക്സി വിളിച്ച് അതിൽ കയറ്റിവിടാനൊരുങ്ങി. ആൻഡ്രൂവിന് മറ്റു പല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് ലൈലയെ യാത്രയാക്കുകയായിരുന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് ജേസൺ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തുപോയി. ലൈലയുടെ ക്ലാസ്സിലും അവൻ ഉണ്ടായിരുന്നില്ല. ലൈല ജേസനെ കാണാത്തതുകൊണ്ട് തന്നെ കുറച്ച് വറീഡായിരുന്നു. അടുത്ത ദിവസം അവൻ ക്ലാസ്സിലെത്തി. തലേന്ന് സ്കിപ്പ് ചെയ്തതിന് അവൻ ക്ഷമ ചോദിക്കുകയും ഇനി സ്കിപ്പ് ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തു. കൂട്ടത്തിൽ ഇത് പുറത്താരും അറിയരുതെന്നും അറിഞ്ഞാൽ വലിയ വിഷയമാകും എന്നും ജേസൺ പറയുന്നുണ്ടായിരുന്നു. ലൈല ചിന്തിച്ചു, താനിത് പുറത്തു പറഞ്ഞ ആർക്കും പ്രത്യേകിച്ചൊരു ഗുണവുമില്ല, അതുകൊണ്ട് താൻ പറയുന്നില്ല എന്നവൾ പറഞ്ഞതും പ്രണയപരമായ രീതിയിൽ ലൈലയുടെ കൈ ജേസൺ കവർന്നു പിടിച്ചു. ലൈലയ്ക്ക് എന്തോ പോലെ തോന്നി. ലൈല ആ കൈ വിടുവിപ്പിച്ചു. അന്ന് രാത്രിയിൽ ലൈല വീട്ടിലിരുന്ന് അമ്മയുമായി സംസാരിക്കുകയായിരുന്നു. ഓരോന്ന് സംസാരിച്ചിരിക്കെയാണ് വാതിലിൽ മുട്ടുകേട്ടത്. ലൈല പോയി തുറന്ന
തുറന്നപ്പോ കണ്ടത് രക്തമൊലിപ്പിച്ചു നിൽക്കുന്ന ജേസനെയായിരുന്നു. വേഗം ഫോൺ കട്ട് ചെയ്ത് ജേസന് വേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റുകളൊക്കെ അവൾ ചെയ്തു കൊടുത്തു. പിന്നാലെ എന്താ സംഭവിച്ചത് എന്ന് ജേസനോട് ചോദിച്ചു. പക്ഷേ ജേസൺ ലൈലയോട് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. അവളുടെ ആ ചോദ്യം ജേസന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ വേഗം അവിടെ നിന്ന് പോവാനിറങ്ങി. പക്ഷേ ലൈല അവനെ തടഞ്ഞു. താൻ തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കാറിൽ അവനെയും കയറ്റി വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ മനോഹരമായ വ്യൂ ഉള്ളൊരിടത്ത് ജേസൺ പറഞ്ഞ് ലൈലയെ കൊണ്ട് കാറ് നിർത്തിച്ചു. അവിടെ വെച്ച് ലൈലയ്ക്കടുത്ത് റൊമാൻറ്റിക്കായി ഇടപെടുകാൻ ജേസൺ തീരുമാനിച്ചിരുന്നു. ജേസൺ ലൈലയുടെ അടുത്തേക്ക് ചെന്നെങ്കിലും ജേസനെ മാറ്റി ലൈല കാറിലേക്ക് കയറി. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് ഒടുവിൽ ജേസനെ ഇറങ്ങേണ്ടിയെടുത്ത് ലൈല വണ്ടി നിർത്തി. ആ സമയം ലൈല ജേസനോട് പറഞ്ഞു, ഒരു ടീച്ചറിനും ഒരു സ്റ്റുഡന്റിനുമിടയിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പാടുള്ളതല്ല. ജേസന് അത് കേട്ട് നിരാശ തോന്നിയിരുന്നു. ലൈലയോട് അവന് പ്രണയമാണ്. അടുത്ത ദിവസം സ്കൂളിൽ പോയിട്ട് ലൈല ജേസനെയും ജേസൺ ലൈലയെയും കാര്യമായി മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ക്ലീനിങ് സമയത്ത് ജേസന്റെ അമ്മയുടെ കയ്യിൽ അവന്റെ കുറച്ച് പേപ്പറുകൾ കിട്ടി. അതിലൊക്കെ നല്ല മാർക്കുകൾ കണ്ട് അവന്റെ അമ്മയ്ക്ക് സന്തോഷം തോന്നി. മകന്റെ ഗ്രേഡുകൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്തു വരുന്നുണ്ട്. അതിനെപ്പറ്റി അമ്മ ജേസനടുക്കൽ ചോദിച്ചു. സ്കൂളിൽ പുതിയൊരു ടീച്ചർ വന്നിട്ടുണ്ടെന്നും ആ ടീച്ചറുടെ സഹായത്താലാണ് തനിക്ക് ഉയർന്ന ഗ്രേഡ് കിട്ടിയത് എന്നും ജേസൻ പറഞ്ഞു. ജേസന്റെ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ ലൈലയെ കാണണമെന്ന് തോന്നി. പിന്നീട് ഒരു ദിവസം ലൈലയും ആൻഡ്രുവും ബാറിൽ പോയിരിക്കുകയാണ്. അവർ തുടർച്ചയായി സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ആൻഡ്രു ലൈലയുടെ ഡിവോഴ്സിനെ പറ്റിയും പാസ്റ്റിനെ പറ്റിയും ഒക്കെ ചോദിക്കാൻ ആരംഭിച്ചു. ലൈലയ്ക്കാണെങ്കിൽ അത് വല്ലാതെ ഡിസ്കംഫോർട്ടുമാകുന്നുണ്ട്. ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പഴയ കാര്യങ്ങളായിരുന്നു അവൾക്കതൊക്കെ. അതോടെ ആൻഡ്രുവിനെ ഒന്ന് അവഗണിച്ച് റെസ്റ്റ് റൂമിൽ പോവാനെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മാറി. അതേ ബാറിൽ അതേസമയം ജെയ്സനുമുണ്ടായിരുന്നു. ലൈല റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന കണ്ടതും ലൈലയോട് സംസാരിക്കാൻ അവൻ അങ്ങോട്ടേക്ക് ചെന്നു. ജേസനെ കണ്ടതും ലൈല പിന്നീട് റെസ്റ്റ് റൂമിലേക്ക് പോയില്ല. നേരെ തിരികെ ആൻഡ്രുവിന്റെ അടുത്ത് വന്നിരുന്നു. ലൈല വല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആകുന്നുണ്ടായിരുന്നു. ആൻഡ്രു ആകട്ടെ ലൈലയ്ക്ക് കുറച്ചധികം ഡ്രിങ്കുകൾ ഓർഡർ ചെയ്തു. പക്ഷേ ഒന്നും ശ്രദ്ധിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. എന്താ കാര്യമെന്ന് ആൻഡ്രു ചോദിച്ചപ്പോ അമ്മയെ പറ്റി ഓർത്തിട്ടാണ് എന്ന് പറഞ്ഞ് ഒരു കള്ളവും പറഞ്ഞ് ആൻഡ്രുവിനെ അവഗണിച്ച് ലൈല വേഗം ബാറിൽ നിന്നും ഇറങ്ങി. ഇതേ സമയം ഷോൺ അതേ ബാറിലുണ്ടായിരുന്നു. അവസരം മുതലെടുത്ത് ഷോൺ ആൻഡ്രുവിനടുത്തെത്തി. ആൻഡ്രുവിനോട് പ്രണയതാൽപര്യത്തിലും മറ്റും സംസാരിക്കാൻ തുടങ്ങി. അന്ന് ലൈല വീട്ടിലേക്ക് പോയപ്പോ ജേസൻ പിന്നാലെ പോയി. ലൈലയോട് ജേസൻ എന്ന് സംസാരിച്ചു. അടുത്ത ദിവസം ലൈലയ്ക്ക് അതിൽ വലിയ കുറ്റബോധം തോന്നി. ജേസനെ തലേന്ന് വീട്ടിൽ പ്രവേശിപ്പിച്ചു. ഒന്നിച്ചിരുന്ന് സിനിമ കണ്ടു. അതൊക്കെ വലിയ തെറ്റുപോലെ അവൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സ്പെഷ്യൽ ക്ലാസ്സിന് ജേസൻ വന്നപ്പോ ലൈല തുറന്നു സംസാരിച്ചു. നമുക്കിടയിൽ ഇപ്പോൾ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതേ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പേ നമുക്കുള്ളിൽ പാടുള്ളൂ. അതാണ് ശരി എന്ന മട്ടിൽ ജേസനും സമ്മതിച്ചു. പക്ഷെ അതിനു മുമ്പ് തനിക്ക് ലൈലയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നായി അവൻ. ലൈലയും അത് സമ്മതിച്ചു. കണ്ണടയ്ക്കാൻ ജേസൻ ആവശ്യപ്പെട്ടു. ലൈല കണ്ണുകൾ അടച്ചു. പിന്നാലെ അവളുടെ കഴുത്തിലേക്ക് അവനൊരു നെക്ലസ് ചാർത്തി കൊടുത്തു. അവന്റെ സംസാരവും ആ പ്രവൃത്തിയുമൊക്കെ ലൈലയെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു. അതുപോലൊരു സ്നേഹം ലൈല കൊതിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. അന്ന് വൈകിട്ട് റൂമിലെത്തി അമ്മയ്ക്ക് ഫോൺ വിളിക്കുമ്പോ ലൈല ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ താൻ ഒരാളെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും തന്നെക്കാൾ ഇളയ വ്യക്തിയാണ് എന്ന മട്ടിലും ലൈല പറഞ്ഞു. പക്ഷേ ലൈല ഇഷ്ടപ്പെടുന്ന പ്രണയത്തിലാവുന്ന ആ വ്യക്തി ലൈലയുടെ സ്റ്റുഡന്റ് തന്നെയാണ് എന്ന് ലൈലയുടെ അമ്മയ്ക്ക് അപ്പോൾ അറിവേ ഉണ്ടായിരുന്നില്ല. അടുത്തൊരു ദിവസം ലൈലയും ജേസനും ഒന്നിച്ച് ചെറിയൊരു പിക്നിക്കിന് പോയി. തങ്ങളുടെ ഇടങ്ങൾ കഴിയുന്നവരെ ലൈലയുടെ കാറിൽ ജേസൻ ഒളിച്ചിരുന്നിരുന്നു. പിന്നീട് പിക്നിക് സ്പോട്ടുകളിൽ ഒന്നിച്ചു നിന്ന് അവർ സന്തോഷത്തോടെ ഒരുപാട് സമയം ചിലവഴിച്ചു. ലൈല ജേസനോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. തന്റെ മുൻ ഭർത്താവിനെ പറ്റിയും അയാളുടെ ഉപദ്രവങ്ങളെ പറ്റിയുമൊക്കെ അവൾ വിശദീകരിച്ചു. ജേസൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല. അവരൊന്നിച്ചെന്ന് ഫോണിൽ ഒരുപാട് ഫോട്ടോസ് പകർത്തി. ആരെങ്കിലും കണ്ടാൽ മോശമാവുമല്ലോ എന്ന പേടിയൊക്കെ ലൈലയ്ക്കുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിനേക്കാളും മുകളിൽ ജെയ്സനോടുള്ള അവളുടെ പ്രണയം തെളിഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ ലൈല ഒന്നിൽ നിന്നും മാറി നിന്നതുമില്ല. പിന്നീട് ഒരു ദിവസം ജെയ്സന്റെ മുറി അമ്മ പരിശോധിച്ചുകൊണ്ടിരിക്കെ ജെയ്സന്റെ ഫോൺ അവന്റെ അമ്മയുടെ കയ്യിൽ കെട്ടി. അതിൽ ലൈലയും ഒന്നിച്ചുള്ള ഫോട്ടോസ് കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ലൈലയാണ്, അധ്യാപികയാണെന്നൊന്നും അപ്പോൾ അവന്റെ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. എന്തായാലും
ആ കാര്യത്തെപ്പറ്റിയും അവനെ ഉപദേശിക്കുന്ന നല്ല രീതിയിൽ നയിക്കുന്ന ആ ടീച്ചറെ കണ്ട് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ലൈലയുടെ അമ്മ സ്കൂളിലേക്ക് വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോ മോന്റെ കൂടെയുള്ള ഫോട്ടോയിലുള്ളത് അതേ ടീച്ചർ തന്നെയാണ്. ജെയ്സന്റെ അമ്മയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു. മേലാൽ നിങ്ങൾ എന്റെ മകനെ കണ്ടുപോകരുത്, എന്തുണ്ടെങ്കിലും ഇവിടെ അവസാനിപ്പിച്ചേക്കണം എന്ന് ദേഷ്യത്തിൽ പറഞ്ഞാണ് ജെയ്സന്റെ അമ്മ ഇറങ്ങാൻ തുടങ്ങിയത്. ലൈല അവരെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും ദേഷ്യത്തിൽ തന്നെ അവർ അവിടെ നിന്ന് പോയി. അവരങ്ങനെ പോകുന്നതും ലൈല വല്ലാത്തൊരു ഭാവത്തിൽ നോക്കുന്നതും പ്രിൻസിപ്പൽ കണ്ടിരുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ച് പ്രിൻസിപ്പൽ അടുത്തു വന്നു. പ്രത്യേകിച്ചൊന്നുമില്ലെന്നും ഒരു ഫോൺ കോളിന്റെ കാര്യത്തിലെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്നും പറഞ്ഞ് ലൈല ഒഴിഞ്ഞു മാറി. ജെയ്സന്റെ അമ്മയുടെ കലിയടങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. കാര്യം മകന്റെ ഗ്രേഡൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടീച്ചറുമായുള്ള അവന്റെ റിലേഷൻഷിപ്പ് ശരിയാണെന്ന് അവർക്ക് തോന്നിയതേയില്ല. അന്ന് രാത്രിയിൽ വീട്ടിൽ വെച്ച് ജെയ്സനും അമ്മയും തമ്മിൽ കനത്ത വാക്കുതർക്കമുണ്ടായി. അമ്മ ചെയ്തത് ശരിയായില്ല, താൻ ലൈലയെ പ്രണയിക്കുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവന്റെ അമ്മയ്ക്ക് അത് അംഗീകരിക്കാനേ പറ്റില്ലായിരുന്നു. ജേസൻ പറഞ്ഞു, കാര്യം ശരിയാണ്, ഞങ്ങൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. പക്ഷെ അമ്മ അതൊന്നും മറന്നു നോക്കിക്കേ, എന്റെ സന്തോഷമല്ലേ ഏറ്റവും വലുത്. പക്ഷെ അതൊന്നും അംഗീകരിക്കാനേ ജേസന്റെ അമ്മ തയ്യാറായില്ല. ഒടുവിൽ ദേഷ്യപ്പെട്ട് ജേസൻ വീട് വിട്ടിറങ്ങിപ്പോന്നു. ദേഷ്യത്തിലായിരുന്ന അമ്മ ജേസന്റെ അച്ഛന്റെ അടുക്കൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അച്ഛൻ ജേസനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ മകൻ വഴിപിടിച്ചു പോകും എന്നല്ലേ നമ്മൾ കരുതിയത്, ഇതിപ്പോ അവനൊരു പ്രണയത്തിലായെന്നല്ലേ ഉള്ളൂ, അതൊരിക്കലും ഒരു വലിയ പാതകമൊന്നുമല്ലല്ലോ എന്നായിരുന്നു അച്ഛന്റെ അഭിപ്രായം. മറുവശത്ത് ലൈലയാകട്ടെ തന്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് അവൾ വിശദീകരിച്ചു പറഞ്ഞു. ഒക്കെ കേട്ടതും ലൈലയുടെ അമ്മ ലൈലയോട് വലിയ തോതിൽ ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ മാത്രമായിരുന്നു അവളുടെ സ്റ്റുഡന്റിനെയാണ് അവൾ ഡേറ്റ് ചെയ്തത് എന്നമ്മ മനസ്സിലാക്കുന്നത്. ദേഷ്യത്തിൽ ഇങ്ങനെ പോയാൽ അവൾ ഇതുകൊണ്ട് തന്നെ ജയിലിൽ പോകും എന്ന മട്ടിലൊക്കെ ലൈലയുടെ അമ്മ പറഞ്ഞു. പിന്നാലെയായിരുന്നു വീട് വിട്ടിറങ്ങിയ ജെയ്സൺ ലൈലയുടെ വീട്ടിലേക്ക് എത്തുന്നത്. പക്ഷെ അവനെ വീട്ടിലേക്ക് കയറ്റാൻ ലൈല സമ്മതിച്ചില്ല. അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ലൈല അവനെ വീട്ടിൽ നിന്നിറക്കി വിട്ടു. കുറച്ചു കഴിഞ്ഞ് ലൈല സോഫയിൽ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് എന്ന് അവൾക്കൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ കൺഫ്യൂഷനിലാണ്. അങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോ ഡോറിനടിയിലൂടെ ചെറിയൊരു ലെറ്റർ അവൾക്ക് മുമ്പിലേക്ക് വന്നു. അവൾ അതെടുത്ത് വായിച്ചു. ജേസൻ എഴുതിയ വാക്കുകളായിരുന്നു അത്. അവൻ എത്രമേൽ അവളെ സ്നേഹിക്കുന്നു എന്നതിൽ കുറിച്ചിരുന്നു. തന്റെ പ്രവൃത്തികൾക്ക് അവൻ അവളോട് ക്ഷമ ചോദിച്ചു. ലൈല ആ വാതിൽ തുറന്നു. വാതിലിന് പുറത്ത് ഒരു ബൊക്കെയൊക്കെയായി ജേസൻ നിൽക്കുന്നുണ്ടായിരുന്നു. ലൈല ജേസനെ ചേർത്ത് പിടിച്ചു. പിന്നീട് ഇരുവരും സംസാരിക്കുമ്പോ അവിടെ തുടർന്നാൽ ശരിയാവില്ലെന്നും നമുക്ക് ഈ നാട് വിട്ടുപോയാലോ എന്നൊക്കെ ജേസൻ ചോദിച്ചു. താൻ ആലോചിക്കാമെന്നായിരുന്നു ലൈല പറഞ്ഞത്. അടുത്ത ദിവസം സ്കൂളിലെ യാർഡിൽ വെച്ച് ലൈലയും ജേസനും കണ്ടുമുട്ടി. തലേ ദിവസത്തെ തന്റെ പ്രപ്പോസലിനെ പറ്റിയും നാടുവിടുന്ന കാര്യത്തെ പറ്റിയുമൊക്കെ ആലോചിച്ചോ എന്ന മട്ടിൽ ജേസൻ ലൈലയോട് ചോദിച്ചു. ആ സമയത്ത് അവൻ ലൈലയുടെ കൈപിടിച്ചിരുന്നു. സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ആൻഡ്രൂ ഇതൊക്കെ നോക്കിക്കണ്ടു. ജേസനും ലൈലയും തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോ ആൻഡ്രൂവിന് നല്ല കലി വന്നു. തന്നേക്കാൾ മുമ്പ് ഒരു പയ്യൻ ലൈലയെ വളച്ചിരിക്കുന്നു. അതിലയാൾക്ക് വലിയ കുശുമ്പ് തന്നെ തോന്നി. അന്ന് വൈകിട്ട് ലൈലയ്ക്ക് സ്കൂളിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവൾ ഓവർ ടൈം ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. ആ സമയം അത് മനസ്സിലാക്കി ആൻഡ്രൂ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. ലൈലയെ ഉപദ്രവിച്ചു. പിന്നീട് ജേസൻ ലൈലയിൽ നിന്നും ആ വിവരം അറിഞ്ഞു. ലൈല ആകെ തകർന്നിരുന്നു, ദുഃഖിച്ചിരിക്കുകയായിരുന്നു. ജേസൻ അവളെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം ആൻഡ്രൂവാണ് ലൈലയോട് ക്രൂരത ചെയ്തത് എന്ന് മനസ്സിലാക്കിയ ജേസൻ സ്കൂളിലെത്തി ആൻഡ്രൂവിനെ എതിരിട്ടു. ശക്തമായൊരു ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ പോലീസിനെ വിളിച്ചപ്പോ ജെയ്സനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ജെയ്സനെ ജാമ്യത്തിലിറക്കിയത് അവന്റെ അമ്മയായിരുന്നു. പോലീസ് ജെയ്സനെ കൊണ്ടുപോയ വിവരമറിഞ്ഞ് ജെയ്സനെ കാണാൻ വെളിയിൽ ലൈല കുറെ നേരം വെയിറ്റ് ചെയ്തു. ജെയ്സൻ പുറത്തു വന്നപ്പോ അവനോട് സംസാരിക്കാൻ അവന്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെ ജെയ്സന്റെ അമ്മ അവളെ തടഞ്ഞു. എന്റെ മകനെ വിട്ട് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ പൊക്കോളണം, നീ വന്ന ഇടത്തേക്ക് തന്നെ മടങ്ങിക്കോളണം എന്ന മട്ടിൽ ജെയ്സന്റെ അമ്മ ലൈലയോട് ദേഷ്യപ്പെട്ടിരുന്നു. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ലൈല വല്ലാതെ ദുഃഖിതയായി കാണപ്പെട്ടിരുന്നു. ജെയ്സൺ ആണെങ്കിൽ സ്കൂളിലേക്ക് വന്നതുമില്ല. ഒടുവിൽ കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കാൻ ലൈല തീരുമാനിച്ചു. ആൻഡ്രൂവിനെ വിളിച്ച് അവൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ആൻഡ്രൂമായി കണ്ടപ്പോ ലൈല പറഞ്ഞു, ആൻഡ്രൂ ജെയ്സനെതിരെ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ ജെയ്സനൊപ്പം നീയും ജയിലിൽ പോവേണ്ടി വരും. നിനക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യും. മാത്രമല്ല നിന്നെപ്പോലെ ഒരാൾ സ്കൂളിൽ പഠിപ്പിക്കാൻ യോഗ്യനല്ല. നീ ആ സ്കൂളിൽ നിന്ന് രാജിവെക്കണം, ഇല്ലെങ്കിലും ഞാൻ നിനക്കെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യും. ആൻഡ്രൂ അത്യാവശ്യം ഭയന്നിരുന്നു.
ദേഷ്യപ്പെട്ടിരുന്നു. ദേഷ്യത്തിലാണെങ്കിലും അതൊക്കെ ചെയ്യാമെന്ന് അംഗീകരിച്ച് അയാൾ അവിടെ നിന്ന് പോയി. പിന്നീട് എല്ലാം ഒന്ന് നോക്കിയായപ്പോ ജേസൺ ലൈലയെ കാണാൻ ചെന്നു. ലൈല അവനോട് സംസാരിച്ചു. ആ നഗരം വിട്ടുപോകാൻ ലൈല തീരുമാനിച്ചിരുന്നു. അവളുടെ കൂടെ വരും എന്ന് ജേസൺ പറഞ്ഞെങ്കിലും ലൈല അത് സമ്മതിച്ചില്ല. ചില കാര്യങ്ങളിലെ ശരികളിലേക്ക് തിരിയാൻ ലൈല പൂർണ്ണമായി തീരുമാനിച്ചിരുന്നു. ലൈലയുടെ ആ തീരുമാനം ജേസനെ കണ്ണീരിലാഴ്ത്തി. ഒടുവിൽ ലൈല ആ നഗരം തന്നെ വിട്ടുപോന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ജേസൺ കൊടുത്ത ആ നെക്ലസിൽ സ്നേഹത്തോടെ ദുഃഖത്തോടെ അവൾ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനോടുള്ള അവളുടെ സ്നേഹം അപ്പോഴും ഇല്ലാതായിട്ടില്ല എന്ന സൂചനയോടെ ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.